അക്ഷരമുറ്റം ക്യൂസ് 2024 ജില്ലാതലം അവസാന തയ്യാറെടുപ്പ്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരെന്താണ്? ഉത്തരം ജൻ പോഷൺ കേന്ദ്രം. ഇന്ത്യയിലെ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം വിജ്ഞാൻ ധാര. അമേബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. പോൾ വോൾട്ടിൽ 10 തവണയും ലോക റെക്കോർഡ് തകർത്ത് 6.26 മീറ്റർ ചാടിയ അത്ലറ്റ് ആരാണ്? ഉത്തരം സ്വീഡിഷ് താരമായ അർമാൻ ഡുപ്ലാന്റിസ്. 2024 ഓഗസ്റ്റിൽ രാത്രികാല പരീക്ഷണം വിജയിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? ഉത്തരം പൃഥ്വി 2. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഉത്തരം ബി ശ്രീനിവാസൻ. തുടർച്ചയായി 2ാം പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ അവനി ലേഖ്രെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഷൂട്ടിംഗ്. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം അവനി ലേഖ്ന. പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH-1 ഇനത്തിൽ വെങ്കലം നേടിയത് ആരാണ്? ഉത്തരം ഇന്ത്യയുടെ മോന അഗർവാൾ. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമായ അസ്നക്ക് പേര് നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം പാകിസ്ഥാൻ. ടെക് കമ്പനി ആപ്പിളിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഉത്തരം കെവിൻ പരേഖ്. 2024 ഓഗസ്റ്റിൽ കോളറയെ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഏത്? ഉത്തരം ഹിൽകോൾ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ 200 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ കായിക താരമാരാണ്? ഉത്തരം പ്രീതി പാൽ. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഉത്തരം രഞ്ജിത്ത്. അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആരാണ്? ഉത്തരം AG നൂറാനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വരുന്നത് ഏത് എയർപോർട്ടിലാണ്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? ഉത്തരം സതീഷ് കുമാർ. ചിക്കാഗോ സർവകലാശാലയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ബംഗ്ലാദേശിനു ശേഷം ലോകത്ത് മലിനീകരണ അളവിൻ്റെ തോത് കുറയുന്ന 2ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് ഏത് കമ്പനിയാണ്? ഉത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കോടതി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴയിൽ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം ബി ശ്രീനിവാസൻ. ഏഷ്യയിലെ ആദ്യ എംബോക്സ് ക്ലേഡ് 1V
കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഉത്തരം തായ്ലാൻഡ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ ആര്? ഉത്തരം പാവൽ ദുറോക്ക്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് ഏതാണ്? ഉത്തരം സ്ലിപ്പ് കെ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏത്? ഉത്തരം പ്രകൃതിയോടൊപ്പം. 2024 ഓഗസ്റ്റിൽ നാസ്കോം ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം സിന്ധു ഗംഗാധരൻ. 2024 ഓഗസ്റ്റിൽ ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമേത്? ഉത്തരം മലേഷ്യ. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായ 2ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ്. 2ാമത് ICC Under-19 വനിതാ T20 ലോകകപ്പ് 2025 വേദി എവിടെയാണ്? ഉത്തരം മലേഷ്യ. അടുത്തിടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിനു നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമേത്? ഉത്തരം ബ്രസീൽ. ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനൽ ഏത്? ഉത്തരം യു ആർ ക്രിസ്ത്യാനോ. 2024 ഓഗസ്റ്റിൽ ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഉത്തരം ഡോക്ടർ PT ബാബുരാജ്. 2024 ആഗസ്റ്റിൽ ഓഹരി വിപണിയിൽ നിന്ന് 5 വർഷത്തെ വിലക്ക് ലഭിച്ച വ്യാപാരി ആരാണ്? ഉത്തരം അനിൽ അംബാനി. ലൂസൈനിലെ ഡയമണ്ട് ലീഗ് മത്സരത്തിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയുടെ സ്ഥാനം എത്ര? ഉത്തരം 2ാം സ്ഥാനം. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ബോട്സ്വാനയിൽ. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷണ യുദ്ധം എന്നറിയപ്പെടുന്ന പരമ്പരാഗത ടൊമാറ്റിനോ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം സ്പെയിൻ. അന്താരാഷ്ട്ര കലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ഉത്തരം കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് എവിടെയാണ്? ഉത്തരം ബംഗളൂരു. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടൽ ഏത്? ഉത്തരം ഷീബോക്സ്. വീടുകളിൽ അതിക്രമത്തിന് ഇരയാവുന്നവരുടെ താൽക്കാലിക അഭയ കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്നേഹിത. 2024 ഓഗസ്റ്റിൽ MLA പെൻഷൻ 50,000 ആക്കി ഉയർത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം സിക്കിം. പാരാലിമ്പിക്സിലോ ഒളിമ്പിക്സിലോ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആരാണ്? ഉത്തരം പ്രീതി പാൽ. കേരളത്തിലെ 2ാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് എവിടെയാണ്?
ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതവും ദുരിതങ്ങളും പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഏത്? ഉത്തരം വല്ലി.